ഹലോ കൂട്ടുകാരെ, പരീക്ഷാ തയ്യാറെടുപ്പിൽ ഏറ്റവും പ്രധാനം എന്താണെന്ന് അറിയാമോ? കൃത്യമായൊരു ടൈം ടേബിൾ. അത് നിങ്ങളുടെ പഠനം എളുപ്പമാക്കും, ആത്മവിശ്വാസം കൂട്ടും. വെറും 2-3 മിനിറ്റിനുള്ളിൽ എങ്ങനെ ഒരു മികച്ച ടൈം ടേബിൾ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നിങ്ങളുടെ പരീക്ഷയുടെ സിലബസ് നന്നായി മനസ്സിലാക്കുക. ഓരോ വിഷയങ്ങൾക്കും എത്ര മാർക്കുണ്ടെന്ന് നോക്കുക. കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ വിശകലനം ചെയ്യുന്നത് ഏത് ഭാഗങ്ങൾക്കാണ് പ്രാധാന്യം നൽകേണ്ടതെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. ശേഷം നിങ്ങൾക്ക് ഏത് വിഷയങ്ങളിലാണ് കൂടുതൽ സ്ട്രെങ്ത് എന്നും ഏത് വിഷയങ്ങളാണ് കൂടുതൽ ശ്രദ്ധ വേണ്ടതെന്നും സ്വയം വിലയിരുത്തുക. ഉദാഹരണത്തിന്, കണക്കിന് പിന്നിലാണെങ്കിൽ അതിന് കൂടുതൽ സമയം കണ്ടെത്തണം. ദിവസവും എത്ര മണിക്കൂർ പഠിക്കാൻ കിട്ടുമെന്ന് യാഥാർത്ഥ്യബോധത്തോടെ കണ്ടെത്തുക. ജോലിയുള്ളവർക്ക് രാവിലെ കുറച്ചോ രാത്രിയോ പഠിക്കാം. വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം ലഭിക്കും. അമിതമായി സമയം നിശ്ചയിച്ച് ആദ്യമേ നിരാശപ്പെടരുത്. നിങ്ങൾക്ക് പ്രായോഗികമായി എത്ര സമയം ലഭിക്കുമോ അത് കുറിച്ചു വയ്ക്കുക. ഒരു ദിവസം ഒരു വിഷയം മാത്രം പഠിക്കാതെ 2-3 വിഷയങ്ങൾ പഠിക്കുക. ഇത് മടുപ്പ് ഒഴിവാക്കുകയും ഏകാഗ്രത കൂട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് പ്രയാസമുള്ള വിഷയങ്ങൾക്ക് കൂടുതൽ സമയം നീക്കിവെക്കുക. എളുപ്പമുള്ള വിഷയങ്ങൾ കൂടുതൽ റിവൈസ് ചെയ്യുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക. കണക്ക്, ഇംഗ്ലീഷ് പോലുള്ള വിഷയങ്ങൾ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. പഠിക്കുന്നതിനോടൊപ്പം ചോദ്യങ്ങൾ ചെയ്തു പഠിക്കുക കൂടി ചെയ്യുക. കേരള PSC പരീക്ഷകളെ സംബന്ധിച്ചിടത്തോളം കറണ്ട് അഫയേഴ്സിന് പൊതുവിജ്ഞാനത്തെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. ദിവസവും കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നതിനായി കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും മാറ്റിവെക്കുക. ഓരോ 45 മുതൽ 60 മിനിറ്റ് പഠനത്തിന് ശേഷം 5 മുതൽ 10 മിനിറ്റ് ഇടവേള എടുക്കുക. നടക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യാം. പഠിച്ച കാര്യങ്ങൾ മറന്നുപോകാതിരിക്കാൻ ദിവസേനയും ആഴ്ചതോറും മാസത്തിലും റിവിഷൻ ഷെഡ്യൂളുകൾ ഉൾപ്പെടുത്തുക. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മോക്ക് ടെസ്റ്റ് എഴുതി നിങ്ങളുടെ പഠനം വിലയിരുത്തുക. തെറ്റുകൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. പഠനം പോലെ തന്നെ പ്രധാനമാണ് നിങ്ങളുടെ ആരോഗ്യവും. ആവശ്യത്തിന് ഉറങ്ങുക, നല്ല ഭക്ഷണം കഴിക്കുക, ചെറിയ ചെറിയ വ്യായാമങ്ങൾ ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ഏകാഗ്രതയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കും. ഓർക്കുക, പരീക്ഷകളെ സംബന്ധിച്ചിടത്തോളം ടൈം ടേബിൾ എന്ന് പറയുന്നത് ഒരു വഴികാട്ടിയാണ്, അതൊരു നിയമമൊന്നുമല്ല. ചിലപ്പോൾ അത് തെറ്റിപ്പോകാം. അങ്ങനെയെങ്കിലും നിരാശപ്പെടാതെ അടുത്ത ദിവസം മുതൽ വീണ്ടും തുടങ്ങുക. കൺസിസ്റ്റൻസിയും നിങ്ങളുടെ കഴിവിലെ വിശ്വാസവുമാണ് നിങ്ങളുടെ വിജയത്തിന്റെ താക്കോൽ. വിജയം കഠിനാധ്വാനത്തിലൂടെയും ചിട്ടയായ പഠനത്തിലൂടെയും മാത്രം ലഭിക്കുന്ന ഒന്നാണ്. നിങ്ങളുടെ ലക്ഷ്യം വലുതായിരിക്കാം, പക്ഷേ അതിലേക്കെത്താൻ ചെറിയ ചെറിയ ചുവടുകൾ കൃത്യമായി വെച്ചാൽ മതി. നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക, നിങ്ങൾക്കും ഇത് സാധിക്കും. എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ.